നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫയേഴ്സ് ജനുവരി 2024. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പോളറൈസേഷനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം എക്സ്പോസാറ്റ് എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളെ നിരീക്ഷിക്കുക വഴി തമോഗർത്തങ്ങൾ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ, ന്യൂട്രോൺ താരങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് പഠിക്കുകയാണ് എക്സ്പോസാറ്റിൻ്റെ ലക്ഷ്യം. വിജയകരമായി വിക്ഷേപിച്ചത് 2024 ജനുവരി 1 സതീഷ് ധവാൻ ബഹിരാകാശ നിലയം, ശ്രീഹരിക്കോട്ട. വിക്ഷേപണ വാഹനം PSLV-C-58. PSLV-യുടെ 60ാമത്തെ വിക്ഷേപണം. പോളിക്സ്, എക്സ്പെക്റ്റ് തുടങ്ങിയ 2 പ്രധാന പോലോഡുകളാണ് ഇതിലുള്ളത്. 10 ചെറു ഉപഗ്രഹങ്ങളും ഇതിനൊപ്പം വിക്ഷേപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച VSAT ഉൾപ്പെടെയുള്ള ഉപഗ്രഹങ്ങളാണ് ഒപ്പം വിക്ഷേപിച്ചത്. ബഹിരാകാശത്തു നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ കേരളത്തിൻ്റെ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് VSAT പഠിക്കുക. കുട്ടികളിലെ രക്താർബുദ ചികിത്സയ്ക്കായി ടാറ്റ മെമ്മോറിയൽ ആശുപത്രി വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ ഓറൽ കീമോതെറാപ്പി മരുന്ന് പ്രീവാൽ. 2024 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല കൊല്ലം. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് അരവിന്ദ് പനഗരിയ. CRPFൻ്റെ പുതിയ മേധാവിയായി നിയമിതനായത് അനീഷ് ദയാൽ സിംഗ്. ദക്ഷിണ നാവിക കമാൻഡിൻ്റെ പുതിയ മേധാവിയായി നിയമിതനായത് വൈസ് അഡ്മിറൽ V. ശ്രീനിവാസ്. മന്നം ജയന്തി ജനുവരി 2. നായർ സർവീസ് സൊസൈറ്റി NSSൻ്റെ സ്ഥാപകനായ ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ ജന്മദിനമാണ് മന്നം ജയന്തിയായി ആചരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിൽ പെരുന്ന എന്ന ഗ്രാമത്തിൽ 1878 ജനുവരി മാസം 2-ാം തീയതിയാണ് മന്നത്ത് പത്മനാഭൻ്റെ ജനനം. ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായ ബോളിവുഡ് നടി ദീപിക പദുക്കോൺ. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഉത്സവം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റ് ആണ് ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നത്. 2024 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല കൊല്ലം. ഇന്ത്യയിലെ ആദ്യ അന്തർവാഹിനി ടൂറിസം ആരംഭിക്കുന്നത് ദ്വാരക, ഗുജറാത്ത്. മസ്കാവ് ഡോക്ക് ലിമിറ്റഡ് ആണ് ദൗത്യത്തിനു വേണ്ടി സംസ്ഥാന സർക്കാരുമായി കൈകോർക്കുന്നത്. റെയിൽവേ മാതൃകയിൽ ഇരുചക്ര വാഹനങ്ങൾ സംസ്ഥാനത്തെവിടെയും എത്തിക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന പദ്ധതി ബൈക്ക് എക്സ്പ്രസ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ K-സ്മാർട്ട് അഥവാ കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. തദ്ദേശ സ്വയംഭരണ വകുപ്പിനു വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷനാണ് K-സ്മാർട്ട് വികസിപ്പിച്ചത്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ ITBP മേധാവിയായി നിയമിതനായത് രാഹുൽ RS-ഗോത്ര. കൊൽക്കത്ത രാജ്ഭവൻ പുനഃപ്രസിദ്ധീകരിക്കുന്ന KPS മേനോൻ്റെ പുസ്തകം ഡൽഹി ചുങ്കിക്. 2024 ജനുവരി 1 മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്കും ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയ ഗൾഫ് നഗരം ദുബായ്. ആധുനിക സാങ്കേതിക വിദ്യയിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെൻറ്റ് IHRD ആരംഭിച്ച യൂട്യൂബ് ചാനൽ ടെക് മൈൻഡഡ്സ്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത് മഞ്ചപ്പാലം, കണ്ണൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവം ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലും
കാലിക്കറ്റ് സർവകലാശാല കലോത്സവത്തിലും മലയാളം പ്രസംഗത്തിൽ 1-ാം സ്ഥാനം നേടുന്നവർക്ക് സുകുമാർ അഴീക്കോട് സ്മാരക സമിതി നൽകുന്ന പുരസ്കാരം അഴീക്കോട് സ്മാരക പ്രസംഗ പ്രതിഭ പുരസ്കാരം. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം വീരമംഗൈ. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം തമിഴ്നാട്. തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിച്ച നൊബേൽ സമ്മാന ജേതാവും സാമ്പത്തിക വിദഗ്ധനുമായ വ്യക്തി മുഹമ്മദ് യൂനിസ്. 2024 ജനുവരിയിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് ലെവോടോബി ലാക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യ. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചെയർപേഴ്സണായി നിയമിതനായത് എസ്. ശ്രീകല. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന് വേദിയായത് ചേപ്പാട്ട് ആലപ്പുഴ. 2024 ജനുവരിയിൽ ബ്രിക്സിൽ പുതിയതായി അംഗമായ രാജ്യങ്ങൾ UAE, സൗദി അറേബ്യ, ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ. ഇതോടെ ബ്രിക്സ് കൂട്ടായ്മയിലെ അംഗങ്ങളുടെ എണ്ണം 10ആയി. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾക്ക് പുറമെയാണ് പുതിയ 5 രാജ്യങ്ങൾ കൂടെ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗങ്ങളാകുന്നത്. ബസ്സുകൾ എവിടെ എത്തിയെന്ന് കണ്ടെത്താനുള്ള ട്രാക്കിംഗ് സൗകര്യവും ഡിജിറ്റലായി പണം നൽകി ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനവുമായി KSRTC പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ചലോ ആപ്പ്. രാജ്യത്തെ 2ാമത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രം പാലക്കാട്. കോഴിക്കോട് ജില്ലയിലെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ് രാജ്യത്തെ ആദ്യ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിന് മാർഗനിർദ്ദേശപ്രകാരം 10 ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന ആശുപത്രികളെയാണ് ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളായി പ്രഖ്യാപിക്കുന്നത്. ഫിഡെ ലോക റാങ്കിങ്ങിൽ ആദ്യ 50-ലെത്തിയ ആദ്യ മലയാളി താരം SL നാരായണൻ. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് S. ജയശങ്കർ. 2024 ജനുവരിയിൽ രാജസ്ഥാനിലെ മഹാജനിൽ നടക്കുന്ന ഇന്ത്യ-UAE സംയുക്ത സൈനികാഭ്യാസം ഡെസേർട്ട് സൈക്ലോൺ. 1000 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ തിരഞ്ഞെടുത്ത് 4 വർഷം കൊണ്ട് അവ ഓരോന്നിൻ്റെയും ശരാശരി വിറ്റുവരവ് 100 കോടിയിലെത്തിക്കുന്നതിനുള്ള സംസ്ഥാന വ്യാവസായിക വാണിജ്യ വകുപ്പിൻ്റെ പദ്ധതി മിഷൻ 1000. പ്രമുഖ പത്രപ്രവർത്തകൻ N. രാമചന്ദ്രൻ്റെ സ്മരണാർത്ഥം രൂപീകരിച്ച N. രാമചന്ദ്രൻ ഫൗണ്ടേഷൻ്റെ പൊതുപ്രവർത്തനത്തിനുള്ള ദേശീയ അവാർഡിന് അർഹനായത് ഡോക്ടർ ശശി തരൂർ. ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യ സിനിമ ഥബാരി ക്യൂരുവി. പ്രിയനന്ദനൻ സംവിധാനം ചെയ്ത സിനിമ പൂർണ്ണമായും ഇരുള ഭാഷയിലാണ് ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ വിതരണം ആരംഭിച്ച സംസ്ഥാന ജലവിഭവ വകുപ്പിന് കീഴിലുള്ള കുപ്പിവെള്ള ബ്രാൻഡ് ഹില്ലി അക്വ. 2024 ജനുവരിയിൽ പശ്ചിമഘട്ട മേഖലയിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ ചിത്രശലഭം മേഘമല വെള്ളിവരയൻ. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന 2024 സാർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയാകുന്നത് തൃശ്ശൂർ. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാകുന്നത് കാസർഗോഡ്. 2024 ജനുവരിയിൽ ബഹിരാകാശത്ത് ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ബഹിരാകാശ ഏജൻസി ISRO പുതുവർഷ ദിനത്തിൽ വിക്ഷേപിച്ച PSLV C-58 നടത്തിയ ഹ്രസ്വ പരീക്ഷണത്തിലാണ് 180 വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ചരിത്രം സൃഷ്ടിച്ചത്. വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിൽ വികസിപ്പിച്ച ഫ്യൂവൽ സെൽ പവർ സിസ്റ്റം FCPS പരീക്ഷണമാണ് വിജയം കണ്ടത്. സ്വന്തമായി ബഹിരാകാശ കേന്ദ്രം സ്ഥാപിക്കാൻ വൈദ്യുതി ഉൽപ്പാദന ശേഷി കൈവരിക്കേണ്ടതുണ്ട്.
ഇതിൻ്റെ പ്രാഥമിക ഘട്ടമാണ് വിജയകരമായി പൂർത്തിയാക്കിയത്. ആൻഡമാനിൽ നടന്ന ദേശീയ സ്കൂൾ ഫുട്ബോൾ അണ്ടർ-17 ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ കേരളം. ഫൈനലിൽ ലക്ഷദ്വീപിനെ എതിരില്ലാത്ത 4 ഗോളിന് പരാജയപ്പെടുത്തിയാണ് കേരളം ചാമ്പ്യന്മാരായത്. 2024 അന്തരിച്ച തകഴി ശിവശങ്കര പിള്ളയുടെ നോവൽ ജപ്പാനീസ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ എഴുത്തുകാരി തക്കാക്കോ മുല്ലൂർ. യുണൈറ്റഡ് നേഷൻസ് വേൾഡ് എക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് പ്രൊഡക്ട്സ് എന്ന സാമ്പത്തിക റിപ്പോർട്ട് പ്രകാരം 2024 പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 6.2%. റിപ്പോർട്ട് പ്രകാരം 2025 ഇന്ത്യ 6.6% സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബ്ലൂംബെർഗിൻ്റെ ആഗോള കോടീശ്വര പട്ടികയിലെ പുതിയ കണക്ക് പ്രകാരം ഏഷ്യയിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഗൗതം അദാനി. 2024 ജനുവരിയിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഡേവിഡ് വാർണർ T20 ക്രിക്കറ്റിൽ 3000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യൻ താരമെന്ന നേട്ടം സ്വന്തമാക്കിയ വനിതാ താരം സ്മൃതി മന്ദാന. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ഹർമൻപ്രീത് കൗർ എന്നിവരാണ് മുൻപ് ഈ നേട്ടം സ്വന്തമാക്കിയത്. വയനാട് വനം ഡിവിഷന് കീഴിലുള്ള വെള്ളരിമലയിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ തുമ്പി ഇനം വർണ്ണ നിഴൽത്തുമ്പി പ്രോട്ടോസ്റ്റിക്റ്റ സെക്കളറാക്ടസ് എന്നാണ് ശാസ്ത്രനാമം. 2024 ജനുവരിയിൽ അന്തരിച്ച കളിക്കാരനായും പരിശീലകനായും ബ്രസീൽ ടീമിനൊപ്പം 4 ലോകകപ്പുകളിൽ പങ്കാളിയായ ഇതിഹാസ ഫുട്ബോൾ താരം മരിയോ സഗാലോ. UAEയുടെ യുവജനകാര്യ മന്ത്രിയായി നിയമിതനായ ബഹിരാകാശ സഞ്ചാരി സുൽത്താൻ അൽ നയാദി 6 മാസം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ച സുൽത്താൻ അൽ നയാദി ആദ്യമായി ബഹിരാകാശം നടന്ന അറബ് വംശജൻ കൂടിയാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO ആദ്യമായി സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ വിക്ഷേപിക്കാനൊരുങ്ങുന്ന വാർത്താവിനിമയ ഉപഗ്രഹം GSAT-20. ടെലികോം ഉപഭോക്താക്കൾക്ക് അതിവേഗ ഇൻ്റർനെറ്റ് സേവനങ്ങൾ നൽകാൻ GSAT-20 സഹായിക്കും. ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും സ്പേസ് എക്സും തമ്മിലുണ്ടാക്കിയ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് GSAT-20 വിക്ഷേപണത്തിനായി ഫാൽക്കൺ 9 ഉപയോഗിക്കുന്നത്. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ 2024. 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ. മികച്ച ചിത്രം ഡ്രാമ ഓപ്പൺഹൈമർ, സംവിധാനം ക്രിസ്റ്റഫർ നോളൻ. മികച്ച ചിത്രം മ്യൂസിക്കൽ കോമഡി പുവർ തിങ്സ്, സംവിധാനം യോർഗോസ് ലാന്തിമോസ്. മികച്ച വിദേശ ഭാഷാ ചിത്രം അനാട്ടമി ഓഫ് എ ഹോൾ, സംവിധാനം ജസ്റ്റിൻ ട്രെയ്റ്റ്. മികച്ച ആനിമേഷൻ ചിത്രം ദ ബോയ് ആൻഡ് ദ ഹെറോൺ, സംവിധാനം ഹയാ മിയാസാക്കി. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ, ചിത്രം ഓപ്പൺഹൈമർ. മികച്ച നടൻ കിലിയൻ മർഫി, ചിത്രം ഓപ്പൺഹൈമർ. മികച്ച നടി ലില്ലി ഗ്ലാസ്സ്റ്റോൺ, ചിത്രം കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ. മികച്ച നടൻ മ്യൂസിക്കൽ കോമഡി പോൾ ജിയാമാറ്റി, ചിത്രം ദ ഹോൾഡോവേഴ്സ്. മികച്ച നടി മ്യൂസിക്കൽ കോമഡി എമ്മ സ്റ്റോൺ, ചിത്രം പുവർ തിങ്സ്. മികച്ച സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ, ചിത്രം ഓപ്പൺഹൈമർ. മികച്ച സഹനടി ഡാവിൻ ജോയ് റാൻഡോൾഫ്, ചിത്രം ദ ഹോൾഡോവേഴ്സ്. ആൻറ്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ അമൃത്. വിദ്യാർത്ഥികളിൽ നേത്രഗുണം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ പദ്ധതി പ്രേരണ.
മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പ്രൊഫസർ M.K. സാനു. പ്രവാസി ഭാരതീയ ദിവസ് ജനുവരി 9. 1915 ജനുവരി 9 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയതിൻ്റെ സ്മരണയ്ക്കായാണ് ഈ ദിനം പ്രവാസി ഭാരതീയ ദിവസ് ആയി ആചരിക്കുന്നത്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം കരസ്ഥമാക്കിയ ജില്ല കണ്ണൂർ. കോഴിക്കോട് ജില്ലയാണ് 2ാം സ്ഥാനത്ത്. പാലക്കാട് 3ാം സ്ഥാനവും തൃശ്ശൂർ 4ാം സ്ഥാനവും കരസ്ഥമാക്കി. സംസ്ഥാന കലോത്സവ വാർത്തകൾ അവതരിപ്പിക്കാൻ മാതൃഭൂമി അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർത്താ അവതാരക കല്യാണി. പ്രൊഫസർ M.K. സാനു പുരസ്കാരത്തിന് 2024 അർഹനായത് M.D. വാസുദേവൻ നായർ. സംസ്ഥാന സർക്കാർ നൽകുന്ന 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ തമിഴ് പിന്നണി ഗായകൻ P.K. വീരമണി ദാസൻ. സർവമത സാഹോദര്യത്തിനും സമഭാവനയ്ക്കുമുള്ള സർഗാത്മക പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് അവാർഡ്. 2024 ജനുവരിയിൽ അന്തരിച്ച ജർമ്മനിയുടെ ഫുട്ബോൾ ഇതിഹാസം ഫ്രാൻസ് ബെക്കൻബോവർ ലോകകപ്പും യുവഫ ചാമ്പ്യൻസ് ലീഗും ബാലൺ ഡോറും നേടിയ ലോകത്തെ ചുരുക്കം താരങ്ങളിൽ ഒരാളാണ് ഫ്രാൻസ് ബെക്കൻബോവർ. 2024 ജനുവരിയിൽ ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയായ കേരളത്തിലെ ജില്ല ആലപ്പുഴ. 2024 ജനുവരിയിൽ കേരളവും ഉത്തർപ്രദേശും തമ്മിലുള്ള രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരമാണ് ആലപ്പുഴയിൽ നടന്നത്. ലോക ഹിന്ദി ദിനം ജനുവരി 10. 1975 ജനുവരി 10 നടന്ന ആദ്യ ലോക ഹിന്ദി സമ്മേളനത്തിൻ്റെ ആദരസൂചകമായി ജനുവരി 10 ലോക ഹിന്ദി ദിനമായി ആചരിക്കുന്നു. ലോക വ്യാപാര സംഘടനയിലെ WTO ഇന്ത്യയുടെ അംബാസഡറായി നിയമിതനായത് സെന്തിൽ പാണ്ഡ്യൻ. കാർഗിൽ എയർ സ്ട്രിപ്പിൽ രാത്രി ലാൻഡിംഗ് നടത്തിയ വ്യോമസേനയുടെ ആദ്യ വിമാനം C-130J. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ മികച്ച പൊതുപ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ ഉമ്മൻചാണ്ടി പുരസ്കാരത്തിന് അർഹനായത് ജെബി മേത്തർ. നായകളെ കശാപ്പു ചെയ്യുന്നതും മാംസത്തിനായി വിൽക്കുന്നതും നിയമവിരുദ്ധമാക്കാനുള്ള ബില്ലിന് 2024 ജനുവരിയിൽ അംഗീകാരം നൽകിയ രാജ്യം ദക്ഷിണ കൊറിയ. 2024 ജനുവരിയിൽ അറബിക്കടലിൽ ചരക്ക് കപ്പൽ റാഞ്ചാനുള്ള നീക്കം തടഞ്ഞ ഇന്ത്യയുടെ കമാൻഡോ വിഭാഗം മാർക്കോസ്. നാവികസേനയുടെ കമാൻഡോ വിഭാഗമാണ് മാർക്കോസ്. നാവികസേനയുടെ പുതിയ ഉപമേധാവിയായി നിയമിതനായത് വൈസ് അഡ്മിറൽ ദിനേശ് K. ത്രിപാഠി. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് E. സന്തോഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ നാരകങ്ങളുടെ ഉപമ എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം. 2020 ക്രിക്കറ്റിൽ 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ദീപ്തി ശർമ്മ. 2024 ജനുവരിയിൽ അന്തരിച്ച വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ വ്യക്തി ഉസ്താദ് റാഷിദ് ഖാൻ. ചാന്ദ്ര പര്യവേഷണത്തിനായി പെരഗ്രിൻ ബഹിരാകാശ പേടകം വിക്ഷേപിച്ച രാജ്യം USA. 2024 ജനുവരിയിൽ ഫ്ലോറിഡയിലെ കേപ്പ് കനവറൽ ബഹിരാകാശ നിലയത്തിൽ നിന്ന് വോൾക്കാൻ സ്റ്റോർ റോക്കറ്റിലാണ് പെരഗ്രിൻ ലാൻഡർ ദൗത്യം വിക്ഷേപിച്ചത്. നാസയുടെ കൊമേഴ്ഷ്യൽ ലൂണാർ പെലോട്ട് സർവീസസ് സംരംഭത്തിൻ്റെ ഭാഗമായി സ്വകാര്യ കമ്പനിയായ ആസ്ട്രോബോട്ടിക് ടെക്നോളജിയാണ് പെരഗ്രിൻ നിർമ്മിച്ചത്. ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ നിരീക്ഷണ വിമാനം UAV ദൃഷ്ടി 10 സ്റ്റാർ ലൈനർ. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന UAV അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള അദാനി ഡിഫൻസ് എയ്റോസ്പേസ് ആണ് നിർമ്മിച്ചത്. ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ്
അഡ്വൈസറിൻ്റെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രത്തിനുള്ള 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത് ദുബായ്. ബാലിയാണ് രണ്ടാം സ്ഥാനത്ത്. ലണ്ടൻ, ഹനോയ് യഥാക്രമം 3ഉം 4ഉം സ്ഥാനത്ത് ഇടം നേടി. ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ ഫൗണ്ടേഷൻ്റെ രണ്ടാമത് പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ പുനലൂർ സോമരാജൻ. ദേശീയ യുവജന ദിനം ജനുവരി 12. സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്. വിശ്വനാഥ് ദത്തയുടെയും ഭുവനേശ്വരിയുടെയും മകനായി 1863 ജനുവരി 12 കൊൽക്കത്തയിലെ ഉത്തരഭാഗത്തെ സിംല എന്ന പട്ടണത്തിലാണ് സ്വാമി വിവേകാനന്ദൻ എന്ന നരേന്ദ്രനാഥ് ദത്ത ജനിച്ചത്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2023 ഓടക്കുഴൽ അവാർഡിന് അർഹനായത് PN ഗോപികൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. 2023 AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ഖത്തർ. മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ നൽകുന്ന സംസ്ഥാനത്തെ ആദ്യ ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് IMCH. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിൽ ഗുണനിലവാരമുള്ള ശിശു സൗഹൃദ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനാണ് മുസ്കാൻ സർട്ടിഫിക്കേഷൻ നൽകുന്നത്. ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് UV ജോസ്. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി ഗബ്രിയേൽ അത്താൽ. ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാല ഡീക്കിൻ സർവകലാശാല, ഓസ്ട്രേലിയ. ഗുജറാത്തിലെ ഗിഫ് സിറ്റിയിലാണ് ഡീക്കിൻ ക്യാമ്പസ് ആരംഭിച്ചത്. സ്വച്ഛ് സർവേഷൻ അവാർഡ്സ് 2023. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം ഇൻഡോർ, മധ്യപ്രദേശ്. സൂററ്റ്, ഗുജറാത്ത്. തുടർച്ചയായി 7ാം വർഷമാണ് ഇൻഡോർ പുരസ്കാരം കരസ്ഥമാക്കുന്നത്. 3ാം സ്ഥാനം നവി മുംബൈ. 1,00,000-ന് താഴെ മാത്രം ജനസംഖ്യയുള്ള ഇന്ത്യയിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം സസ്വാദ്, മഹാരാഷ്ട്ര. 2ാം സ്ഥാനം പഠാൻ, ഗുജറാത്ത്. 3ാം സ്ഥാനം ലോണാവാല, മഹാരാഷ്ട്ര. മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനങ്ങൾ ഒന്നാമതെത്തിയത് മഹാരാഷ്ട്ര. 2ാം സ്ഥാനം മധ്യപ്രദേശ്. 3ാം സ്ഥാനം ഛത്തീസ്ഗഡ്. 1,00,000-ന് മുകളിൽ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം ആലപ്പുഴ. 1,00,000-ന് താഴെ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം വർക്കല, തിരുവനന്തപുരം. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ കഥകളി കലാകാരി കൊട്ടാരക്കര ഭദ്ര. ഫിഷറീസ് വകുപ്പിൻ്റെ ആദ്യ മത്സ്യവിഭവ റെസ്റ്റോറൻറ്റ് കേരള സീ ഫുഡ് കഫേ നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരം. 2024 ജനുവരിയിൽ ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈന. 2021 സ്വാതി സംഗീത പുരസ്കാരത്തിന് അർഹനായത് PR കുമാരകേരളവർമ്മ. കർണാടക സംഗീതത്തിൻ്റെ വിവിധ മേഖലകളിൽ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം ശ്രീ അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക്, മുംബൈ. HTHL മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. ആകെ നീളം 21.8 കിലോമീറ്റർ. കടലിന് മുകളിലൂടെ 16.5 കിലോമീറ്റർ. 6 വരിപ്പാത. മുംബൈ നഗരത്തെ നവി മുംബൈയിലെ നാവ് സേനയുമായി ബന്ധിപ്പിക്കുന്നു. നീളത്തിൽ ലോകത്തിൽ 12ാം സ്ഥാനം. ബംഗ്ലാദേശിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ഷെയ്ഖ് ഹസീന. ബംഗ്ലാദേശിൻ്റെ 12ാമത് പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന. 5ാം തവണയാണ് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയാകുന്നത്. തുടർച്ചയായി 4ാം തവണ. പ്രതിദാനം ചെയ്യുന്ന പാർട്ടി അവാമി ലീഗ്. 2024 ജനുവരിയിൽ പുറത്തുവിട്ട ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 80. പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യങ്ങൾ:
ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സിംഗപ്പൂർ, സ്പെയിൻ. പട്ടികയിൽ 2-ാം സ്ഥാനത്തുള്ള രാജ്യങ്ങൾ: ഫിൻലാൻഡ്, സൗത്ത് കൊറിയ, സ്വീഡൻ. 3-ാം സ്ഥാനത്തുള്ള രാജ്യങ്ങൾ: ഡെൻമാർക്ക്, ഓസ്ട്രിയ, അയർലൻഡ്, നെതർലാൻഡ്. ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ എയ്റോസ്പേസ് അഡ്വഞ്ചർ ഫെസ്റ്റിവലായ ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് കോമ്പറ്റീഷന് 2024 വേദിയാകുന്നത് വാഗമൺ, ഇടുക്കി. 44-ാമത് ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന് വേദിയായത് ചിറ്റൂർ, പാലക്കാട്. ജില്ലാതലത്തിൽ 1-ാം സ്ഥാനം നേടിയത് കോഴിക്കോട്, 2-ാം സ്ഥാനം തൃശ്ശൂരും 3-ാം സ്ഥാനം മലപ്പുറവും സ്വന്തമാക്കി. ദേശീയ കരസേനാ ദിനം ജനുവരി 15. 76-ാമത് ദേശീയ കരസേനാ ദിനം. ദേശീയ കരസേനാ ദിനത്തോടനുബന്ധിച്ച് സൈനിക പരേഡിന് വേദിയായത് ഗൂർഖ റൈഫിൾസ് റെജിമെന്റൽ സെന്റർ, ലക്നൗ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക തലവനായി ജനറൽ KM കരിയപ്പ സ്ഥാനമേറ്റതിൻ്റെ ഓർമ്മയ്ക്കായാണ് ജനുവരി 15 കരസേനാ ദിനമായി ആചരിക്കുന്നത്. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 150 മത്സരങ്ങൾ കളിച്ച ആദ്യ താരം രോഹിത് ശർമ്മ. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ പ്രഭ ആത്രേ. ഗ്ലോബൽ സയൻസസ് ഫെസ്റ്റിവൽ കേരള 2024 വേദിയാകുന്നത് ബയോ 360 ലൈഫ് സയൻസസ് പാർക്ക്, തോന്നയ്ക്കൽ. 39-ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്ക് വേദിയായ ജില്ല തിരുവനന്തപുരം. പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഏലികുളം പഞ്ചായത്തിലെ റോബോട്ട് എലീന. സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനമാരംഭിച്ചത് റീജിയണൽ ക്യാൻസർ സെന്റർ RCC, തിരുവനന്തപുരം. 2024 ജനുവരിയിൽ ആപ്പിളിനെ മറികടന്ന് ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത് മൈക്രോസോഫ്റ്റ്. 34-ാമത് ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഐവറി കോസ്റ്റ്. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ജനുവരി 16. 2024 ജനുവരി 16-ന് മഹാകവി കുമാരനാശാൻ്റെ എത്രാമത് ചരമവാർഷികമാണ് ആചരിക്കുന്നത്? 100-ാമത് ചരമവാർഷികം. 1924 ജനുവരി 16-ന് പുലർച്ചെ ആലപ്പുഴയിലെ പല്ലനയാറ്റിലുണ്ടായ ബോട്ടപകടത്തിലാണ് കുമാരനാശൻ മരണമടഞ്ഞത്. 2023-24 സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീട ജേതാക്കൾ റയൽ മാഡ്രിഡ്. ഫൈനലിൽ ബാഴ്സലോണയെ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് റയൽ മാഡ്രിഡ് കിരീടം സ്വന്തമാക്കിയത്. 13-ാം തവണയാണ് റയൽ മാഡ്രിഡ് സൂപ്പർ കപ്പ് നേടുന്നത്. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംഗീത സംവിധായകൻ KJ ജോയ്. 2024 ജനുവരിയിൽ അന്തരിച്ച കോൺഗ്രസ് നേതാവും കേരളത്തിൻ്റെ മുൻ മന്ത്രിയുമായ വ്യക്തി TH മുസ്തഫ. K കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെ 1991 മുതൽ 1995 വരെയുള്ള കാലയളവിൽ ഭക്ഷ്യമന്ത്രിയായിരുന്നു TH മുസ്തഫ. ചെറുകിട കർഷകർക്കും കാർഷിക മേഖലയിലെ സംരംഭകർക്കും കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന രീതികൾ അവലംബിച്ച് കൃഷിയിലും അനുബന്ധ മേഖലയിലും നിക്ഷേപം നടത്താൻ സഹായിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി കേര. ലോക ബാങ്ക് സഹായത്തോടെയാണ് കേരള കാർഷിക കാലാവസ്ഥ പ്രതിരോധ മൂല്യവർദ്ധിത ശൃംഖല നവീകരണ പരിപാടി കേര നടപ്പാക്കുന്നത്. കൃഷിയിലെ കാലാവസ്ഥ പ്രതിരോധവും ലഘൂകരണവും ചെറുകിട കർഷകരുടെ ഉൽപ്പന്ന വിപണനം വർദ്ധിപ്പിക്കൽ എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ദ ബെസ്റ്റ് ഫിഫ ഫുട്ബോൾ അവാർഡ്സ് 2023. മികച്ച പുരുഷ താരം ലയണൽ മെസ്സി, അർജന്റീന. 8-ാം തവണയാണ് മികച്ച താരത്തിനുള്ള ഫിഫ അവാർഡ് ലയണൽ മെസ്സി സ്വന്തമാക്കുന്നത്. മികച്ച വനിതാ താരം ഐദാന ബോൺമാറ്റി, സ്പെയിൻ. മികച്ച പുരുഷ കോച്ച് പെപ് ഗാർഡിയോള. മികച്ച വനിതാ കോച്ച് സറീന വേഗ്മാൻ, ഇംഗ്ലണ്ട്. പുഷ്കാസ് അവാർഡ് മികച്ച ഗോൾ ഗ്യൂലി ഹെർമ മാൻഡ്രൂക, ബ്രസീൽ. മികച്ച പുരുഷ ഗോൾ കീപ്പർ ഏഡേഴ്സൺ, ബ്രസീൽ.
മികച്ച വനിതാ ഗോൾ കീപ്പർ മേരി ഇയർബ്സ് ഇംഗ്ലണ്ട്. ഫെയർ പ്ലേ ബ്രസീൽ പുരുഷ ദേശീയ ടീം. ദുരന്തമുഖങ്ങളിൽ അകപ്പെടുന്ന ശ്രവണശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടവർക്ക് രക്ഷാപ്രവർത്തകരുമായി ആശയവിനിമയം സുഗമമാക്കുന്നതിനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന ആംഗ്യഭാഷാ പരിശീലന പദ്ധതി പ്രാപ്യം. 2400 മെഗാവാട്ട് ശേഷിയുള്ള ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വന്ന സംസ്ഥാനം ഒഡീഷ. രാജ്യത്താദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. രണ്ടാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സാറാ ജോസഫ്. സാറാ ജോസഫിൻ്റെ കറ എന്ന നോവലിനാണ് പുരസ്കാരം. ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ്സ് 2024. 29ാമത് ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ്സ്. മികച്ച ചിത്രം ഓപ്പൺഹൈമർ. സംവിധാനം ക്രിസ്റ്റഫർ നോളൻ. മികച്ച ആനിമേഷൻ ചിത്രം സ്പൈഡർമാൻ അക്രോസ് സ്പൈഡർ വെബ്സ്. മികച്ച വിദേശ ഭാഷാ ചിത്രം അനാട്ടമി ഓഫ് ഹോൾ. സംവിധാനം ജസ്റ്റിൻ ട്രക്റ്റ്. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. ചിത്രം ഓപ്പൺഹൈമർ. മികച്ച നടൻ പോൾ ജിയാമാറ്റി. ചിത്രം ദി ഹോൾഡോവേഴ്സ്. മികച്ച നടി എമ സ്റ്റോൺ. ചിത്രം പുവർ തിങ്സ്. മികച്ച സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ. ചിത്രം ഓപ്പൺഹൈമർ. മികച്ച സഹനടി ഡാവിൻ ജോയ് റാൻഡോൾഫ്. ചിത്രം ദ ഹോൾഡോവേഴ്സ്. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് കേരള സംസ്ഥാന IT മിഷൻ സജ്ജമാക്കിയ ഓൺലൈൻ സംവിധാനം CD കണക്ട്. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരി KB ശ്രീദേവി. കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന വാണിജ്യ വ്യവസായ പ്രോത്സാഹന യൂണിറ്റും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ 2022 ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനങ്ങൾ: കേരളം, തമിഴ്നാട്, കർണാടക, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്. ഡെൻമാർക്കിൻ്റെ പുതിയ രാജാവായി ചുമതലയേറ്റത് ഫെഡറിക് 10ാമൻ. അന്താരാഷ്ട്ര T20യിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ. 2024 ജനുവരിയിൽ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള T20 മത്സരത്തിലാണ് രോഹിത് 5ാമത് സെഞ്ചുറി സ്വന്തമാക്കിയത്. 4 വീതം സെഞ്ചുറികളുള്ള ഇന്ത്യൻ ബാറ്റർ സൂര്യകുമാർ യാദവ്, ഓസീസ് ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സ്വെൽ എന്നിവരെയാണ് രോഹിത് മറികടന്നത്. 4 വീതം സെഞ്ചുറികളുള്ള ഇന്ത്യൻ ബാറ്റർ സൂര്യകുമാർ യാദവ്, ഓസീസ് ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സ്വെൽ എന്നിവരെയാണ് രോഹിത് മറികടന്നത്. T20യിലെ ഒരു ഇന്നിംഗ്സിൽ 16 സിക്സറുകൾ എന്ന അഫ്ഗാനിസ്ഥാൻ്റെ ഹസ്രത്തുള്ള സസായുടെ റെക്കോർഡിനൊപ്പമെത്തിയ ന്യൂസിലാൻഡ് ക്രിക്കറ്റ് താരം ഫിൻ അലൻ. ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര, കൊല്ലം. എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സാറ. 4 വയസ്സുള്ള സാറ ചെക്ക് റിപ്പബ്ലിക് സ്വദേശിനിയാണ്. 2024 ജനുവരിയിൽ മൗറീഷ്യയിലും ഫ്രാൻസിൻ്റെ നിയന്ത്രണത്തിലുള്ള റീയൂണിയൻ ഐലാൻഡിലും നാശം വിതച്ച ചുഴലിക്കാറ്റ് ബെലാൽ. അയ്യങ്കാളിയുടെ ജീവിതകഥ പറയുന്ന സിനിമ കതിരവൻ. നവാഗതനായ അരുൺ രാജാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ചിത്രകലാരംഗത്ത് സമഗ്രമായ സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായ 2022 രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായ ചിത്രകാരൻ സുരേന്ദ്രൻ നായർ. 2024 ജനുവരിയിൽ വിജയകരമായി ചന്ദ്രനിലിറങ്ങിയ ജപ്പാൻ്റെ ബഹിരാകാശ ഏജൻസിയായ ജാക്സയുടെ പേടകം സ്ലിം സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ. ചന്ദ്രനിൽ സുരക്ഷിതമായി പേടകമിറക്കുന്ന 5ാമത്തെ രാജ്യമാണ് ജപ്പാൻ. അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ചൈന, ഇന്ത്യ എന്നീ രാജ്യങ്ങളാണ് ഇതിനു മുമ്പ് ചന്ദ്രനിൽ പേടകമിറക്കിയിട്ടുള്ളത്. മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥലത്ത് കൃത്യമായി ഇറങ്ങാനാകുന്ന സാങ്കേതിക വിദ്യ
പിൻ പോയിന്റ് ടെക്നോളജി പേടകത്തിൻ്റെ പ്രത്യേകതയാണ്. അതിനാൽ മൂൺ സ്റ്റൈമർ എന്നും പേടകത്തിന് പേരുണ്ട്. 2024 ജനുവരിയിൽ സൗദി അറേബ്യയുടെ ടെന്നീസ് ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത് റാഫേൽ നദാൽ. 2024 ജനുവരിയിൽ ഇന്ത്യൻ താരങ്ങളുടെ ചെസ് റാങ്കിങ്ങിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ഒന്നാമതെത്തിയ താരം ആർ പ്രജ്ഞാനന്ദ. കേരളത്തിൽ ആദ്യ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് വർക്കല, തിരുവനന്തപുരം. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി തിരുവനന്തപുരം DDPCയുമായി സഹകരിച്ച് സർഫിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സാങ്കേതിക പിന്തുണയോടെ അന്താരാഷ്ട്ര സർഫിംഗ് അസോസിയേഷനാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. നിപ്പ വൈറസിനെതിരെയുള്ള മനുഷ്യനിലെ ആദ്യ വാക്സിൻ പരീക്ഷണം ആരംഭിച്ച സർവകലാശാല ഓക്സ്ഫോർഡ് സർവകലാശാല. ബോയിങ് ഇന്ത്യ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി സെന്റർ BIETC നിലവിൽ വന്നത് ബംഗളൂരു. ബംഗളൂരു വിമാനത്താവളത്തിനടുത്തുള്ള ദേവനഹള്ളിയിലെ ഹൈടെക് എയ്റോസ്പേസ് പാർക്കിലാണ് ബോയിങ് ഇന്ത്യ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി സെന്റർ നിലവിൽ വന്നത്. കൂട്ടമായുള്ള ഡ്രോൺ ആക്രമണങ്ങൾ നേരിടാൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഹൈബ്രിഡ് ആന്റി ഡ്രോൺ സിസ്റ്റം ഗംഗ എന്ന് പേരിട്ടുള്ള ഡ്രോൺ പ്രതിരോധ സംവിധാനത്തിൽ റഷ്യൻ നിർമ്മിത ഷിൽക്ക ആയുധ സംവിധാനവും ജാമറുമാണ് പ്രധാനമായുള്ളത്. കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്ന് തന്നെ ഡ്രോണുകളെ കണ്ടെത്താൻ ശേഷിയുള്ള ഇലക്ട്രോ ഒപ്റ്റിക്കൽ സംവിധാനമാണ് ഷിൽക്ക. കേരളം ആദ്യമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി പ്രോസസ്സർ കൈരളി. ഡിജിറ്റൽ സർവകലാശാലയിലെ ഗവേഷകരാണ് പ്രോസസ്സർ വികസിപ്പിച്ചത്. സോളാർ വിൻഡ്സ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. സ്കൂൾ പാഠപുസ്തകങ്ങൾ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം. സ്കൂൾ വിദ്യാർത്ഥികളുടെ മൂല്യബോധനത്തിന് യുനെസ്കോയും NCERTയും ചേർന്ന് പുറത്തിറക്കുന്ന സചിത്ര പുസ്തകം ലെറ്റസ് മൂവ് ഫോർവേഡ്. 2024 ജനുവരിയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ മറികടന്ന് രാജ്യത്തെ ഏറ്റവും വിപണി മൂല്യമുള്ള പൊതുമേഖലാ സ്ഥാപനമായി മാറിയത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കറുടെ പ്രതിമ നിലവിൽ വന്നത് വിജയവാഡ, ആന്ധ്രാപ്രദേശ്. 125 അടി ഉയരമുള്ള പ്രതിമയ്ക്ക് സാമൂഹിക നീതി പ്രതിമ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. 2025 നടക്കുന്ന ഏഷ്യൻ വിൻ്റർ ഗെയിംസിന് വേദിയാകുന്നത് ഹർബിൻ, ചൈന. 9ാമത് ഏഷ്യൻ വിൻ്റർ ഗെയിംസിനാണ് ഹർബിൻ ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യയിലാദ്യമായി സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാളി സംഗീത സംവിധായകൻ ഫിഷാം അബ്ദുൽ വഹാബ്. തെലുങ്ക് സിനിമയായ ഹായ് നാനയുടെ ഇൻ്റർവെൽ സീക്വൻസിൻ്റെ പശ്ചാത്തല ഗാനത്തിലാണ് AI ഗായികയെ ഉപയോഗപ്പെടുത്തിയത്. ഷാർട്സ് ഓഫ് ഡ്രീംസ് എന്ന ഇംഗ്ലീഷ് ഗാനമാണ് ലിൻഡ എന്ന സാങ്കല്പിക നാമമുള്ള IA ഗായിക പാടിയത്. ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് പ്രഭാവർമ്മ. പഴകിയ എണ്ണ സംഭരണത്തിലൂടെ ജൈവ ഡീസലും സോപ്പും നിർമ്മിക്കുന്നതിനായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപ്പാക്കിയ പദ്ധതി റീപർപ്പസ് കുക്കിംഗ് ഓയിൽ റൂക്കോ. വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂളുകൾക്ക് സമീപമുള്ള റോഡുകൾ അപകടരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതി സേഫ് റോഡ്. നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെൻറ്റർ NATPAC, കേരള റോഡ് സേഫ്റ്റി അതോറിറ്റിയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. 2024 ജനുവരിയിൽ ലോക റാഡർ റാലിയിൽ റാലി 2 വിഭാഗത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ മലയാളി ഹാരിത് നോവ. ബൈക്ക് വിഭാഗത്തിൽ തന്നെയുള്ള റാലി 2വിലാണ് ഷെർക്കോ TVS റാലി ഫാക്ടറിക്ക് വേണ്ടി മത്സരിച്ച ഷൊർണൂർ സ്വദേശി ഹാരിത് ഒന്നാമതെത്തിയത്. ദേശ് പ്രേം ദിവസ് ജനുവരി 23.
നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനം രാജ്യം ദേശ് പ്രേം ദിവസമായി ആചരിക്കുന്നു. 1897 ജനുവരി 23 കട്ടക്കിലാണ് സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത്. ചിലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഓഗോസ് ദെൽ സലാദോ കീഴടക്കിയ മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ. രാജ്യത്തെ 1 കോടി വീടുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി പ്രധാനമന്ത്രി സൂര്യോദയ യോജന. ചേരിചേരാ സംഘടനയുടെ 19ാമത് ഉച്ചകോടിക്ക് വേദിയായത് കമ്പാല, ഉഗാണ്ട. 19ാമത് ഉച്ചകോടിയുടെ പ്രമേയം ഡീപ്പനിങ് കോപ്പറേഷൻ ഫോർ ഷെയർഡ് ഗ്ലോബൽ അഫ്ലുവൻസ്. ഇന്ത്യയുടെ ആദ്യ ഡാർക്ക് സ്കൈ പാർക്ക് പെഞ്ച് ടൈഗർ റിസർച്ച്, മഹാരാഷ്ട്ര. കൃത്രിമ പ്രകാശ മലിനീകരണം പരിമിതപ്പെടുത്തുന്ന ഒരു പാർക്കിനെയോ നിരീക്ഷണാലയത്തെയോ ചുറ്റിപ്പറ്റിയുള്ള ഒരു പ്രദേശമാണ് ഡാർക്ക് സ്കൈ പാർക്ക്. നാഷണൽ അക്കാദമി ഓഫ് കസ്റ്റംസ്, ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് നാർക്കോട്ടിക്സ് NACIN പുതിയ ക്യാമ്പസ് നിലവിൽ വന്നത് പാലസമുദ്രം, ആന്ധ്രാപ്രദേശ്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ പേരിൽ അറബി ഭാഷാ സാംസ്കാരിക പഠന കേന്ദ്രം നിലവിൽ വരുന്നത് പൊന്നാനി, മലപ്പുറം. JRF നേടുന്ന കേരളത്തിലെ ആദ്യ ട്രാൻസ് വ്യക്തി ശ്യാമ S. പ്രഭ. ദേശീയ ബാലികാ ദിനം ജനുവരി 24. 2008 മുതലാണ് ബാലികാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. പെൺകുട്ടികൾ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനും പെൺകുട്ടികളുടെ അവകാശങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും ഈ ദിനം ലക്ഷ്യമിടുന്നു. പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ബഹുമതിക്ക് 2024 അർഹനായ ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂർ. സ്വാതന്ത്ര്യസമര സേനാനിയായും പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം സമ്മാനിക്കുക. ICC പ്രഖ്യാപിച്ച 2023 ഏകദിന ടീമിൻ്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് രോഹിത് ശർമ്മ. ഏകദിന ടീമിൽ രോഹിത് ശർമ്മയുൾപ്പെടെ 6 ഇന്ത്യൻ താരങ്ങൾ ഇടം നേടി. വിരാട് കോഹ്ലി, ശുഭ്മാൻ ഗിൽ, മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ്, കുൽദീപ് യാദവ് എന്നിവരാണ് ടീമിൽ ഇടം പിടിച്ച മറ്റു ഇന്ത്യൻ താരങ്ങൾ. ICC പ്രഖ്യാപിച്ച 2023 T20 ടീമിൻ്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂര്യകുമാർ യാദവ്. സൂര്യകുമാർ ഉൾപ്പെടെ 4 ഇന്ത്യൻ താരങ്ങളും ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. രവി ബിഷ്ണോയി, അർഷ്ദീപ് സിംഗ്, യശസ്വി ജയ്സ്വാൾ എന്നിവരാണ് ടീമിൽ ഉൾപ്പെട്ട മറ്റു താരങ്ങൾ. ICC പ്രഖ്യാപിച്ച 2023 ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാറ്റ് കമിൻസ്, ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം. രവീന്ദ്ര ജഡേജ, R. അശ്വിൻ എന്നിവരാണ് ടീമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ താരങ്ങൾ. മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ എന്നിവയുടെ സമഗ്രമായ ആരോഗ്യം ഉറപ്പാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി ഏകാരോഗ്യം. ദേശീയ സമ്മതിദായക ദിനം ജനുവരി 25. ഓരോ വോട്ടിൻ്റെയും പ്രാധാന്യം വോട്ടർമാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനും വോട്ടർമാരുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആയി 1950 ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായ ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നു. 2024 തീം നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ 2023 മികച്ച പുരുഷ T20 ക്രിക്കറ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂര്യകുമാർ യാദവ്. തുടർച്ചയായ 2ാം തവണയാണ് സൂര്യകുമാർ യാദവ് ഈ പുരസ്കാരം സ്വന്തമാക്കുന്നത്. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ നാവികസേനാ സംഘത്തിൻ്റെ പ്ലാറ്റൂൺ കമാൻഡറാകുന്ന മലയാളി ലഫ്റ്റനന്റ് H. ദേവിക. 2024 ജനുവരിയിൽ കടലിനടിയിൽ ഹൈൻ 523 എന്ന അത്യാധുനിക ആണവ ഡ്രോൺ പരീക്ഷിച്ച രാജ്യം ഉത്തര കൊറിയ. ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെൻ്റർ നിലവിൽ വന്നത് അപ്പോളോ ക്യാൻസർ സെൻ്റർ, ബംഗളൂരു. സൈനികർക്കിടയിലെ സുരക്ഷിത ആശയവിനിമയത്തിനായി ഇന്ത്യൻ ആർമി തദ്ദേശീയമായി വികസിപ്പിച്ച
നെറ്റ്വർക്ക് ശൃംഖല സംഭവ്. സംഭവ് സെക്യൂർ ആർമി മൊബൈൽ ഭാരത് വേർഷൻ. എൻഡ്-ടു-എൻഡ് എൻക്രിപ്ഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാകും സംഭവ് നെറ്റ്വർക്ക് പ്രവർത്തിക്കുക. സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാലയാക്കാനൊരുങ്ങുന്ന കേരളത്തിലെ സ്ഥാപനം കേരള കലാമണ്ഡലം. റിപ്പബ്ലിക് ദിനം ജനുവരി 26. 75-ാം റിപ്പബ്ലിക് ദിനമാണ് 2024 ആഘോഷിച്ചത്. രാജ്യം പരമാധികാര രാഷ്ട്രമായി മാറിയതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ റിപ്പബ്ലിക് ദിനവും. 2024 നവംബർ 1 ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകുന്നത് കേരളം. ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് തട്ടിപ്പിൽ നിന്ന് രക്ഷ നേടാൻ ബ്രൗസ് സേഫ് ആപ്പ് വികസിപ്പിച്ച സംസ്ഥാനം കർണാടക. 2024 ജനുവരിയിൽ ബ്രിട്ടനിലും അയർലൻഡിലും നാശം വിതച്ച ചുഴലിക്കാറ്റ് ഇഷ. BCCIയുടെ 2022-23 മികച്ച പുരുഷ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള പോളി ഒമിഗർ അവാർഡിന് അർഹനായത് ശുഭ്മാൻ ഗിൽ. 2019-20 മികച്ച പുരുഷ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള പോളി ഒമിഗർ അവാർഡിന് അർഹനായത് മുഹമ്മദ് ഷമി. 2020-21 മികച്ച പുരുഷ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള പോളി ഒമിഗർ അവാർഡിന് അർഹനായത് ആർ അശ്വിൻ. 2021-22 മികച്ച പുരുഷ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള പോളി ഒമിഗർ അവാർഡിന് അർഹനായത് ജസ്പ്രീത് ബുംറ. BCCIയുടെ 2022-23 മികച്ച വനിതാ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള അവാർഡിന് അർഹയായത് ദീപ്തി ശർമ്മ. 2019-20 മികച്ച വനിതാ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള അവാർഡിന് അർഹയായത് ദീപ്തി ശർമ്മ. 2020-21 മികച്ച വനിതാ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള അവാർഡിന് അർഹയായത് സ്മൃതി മന്ദാന. 2021-22 മികച്ച വനിതാ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള അവാർഡിന് അർഹയായത് സ്മൃതി മന്ദാന. പദ്മ പുരസ്കാരങ്ങൾ 2024. 132 പേർ ഈ വർഷത്തെ പദ്മ പുരസ്കാരങ്ങൾക്ക് അർഹരായി. 5 പേർ പദ്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹരായി. 17 പേർ പദ്മഭൂഷൺ പുരസ്കാരത്തിന് അർഹരായി. 6 മലയാളികൾ ഉൾപ്പെടെ 110 പേർ പദ്മശ്രീ പുരസ്കാരത്തിന് അർഹരായി. പദ്മവിഭൂഷൺ ജേതാക്കൾ: വെങ്കയ്യ നായിഡു, മുൻ ഉപരാഷ്ട്രപതി; ചിരഞ്ജീവി, നടൻ; വൈജയന്തിമാല ബാലി, നർത്തകി, നടി; പദ്മ സുബ്രഹ്മണ്യം, നർത്തകി; ബിന്ദേശ്വർ പഥക്, സാമൂഹിക പ്രവർത്തകൻ, മരണാനന്തര ബഹുമതി. പദ്മഭൂഷൺ ജേതാക്കൾ: ഓർത്തിരിക്കേണ്ട പ്രമുഖർ: ജസ്റ്റിസ് ഫാത്തിമ ബീവി, സുപ്രീം കോടതി മുൻ ജസ്റ്റിസ്, മരണാനന്തര ബഹുമതി; ഒ. രാജഗോപാൽ, മുൻ കേന്ദ്രമന്ത്രി; ഉഷ ഉദുപ്, ഗായിക; മിഥുൻ ചക്രവർത്തി, നടൻ; വിജയകാന്ത്, നടൻ, മരണാനന്തര ബഹുമതി; സീതാറാം ജിൻഡാൽ, വ്യവസായി. പദ്മശ്രീ ജേതാക്കൾ: ഓർത്തിരിക്കേണ്ട പ്രമുഖർ മലയാളികൾ: സത്യനാരായണ ബലേരി, നെൽ കർഷകൻ; സദനം ബാലകൃഷ്ണൻ, കഥകളി ആചാര്യൻ; EP നാരായണൻ, തെയ്യം കലാകാരൻ; മുനി നാരായണ പ്രസാദ്, സാഹിത്യം; അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് തമ്പുരാട്ടി, സാഹിത്യം, വിദ്യാഭ്യാസം; പി. ചിത്രൻ നമ്പൂതിരിപ്പാട്, സാഹിത്യം, മരണാനന്തര ബഹുമതി. മറ്റ് പ്രമുഖർ: പാർവതി ബർവ, രാജ്യത്തെ ആദ്യ വനിതാ ആനപ്പാപ്പാനായ അസം സ്വദേശി; രോഹൻ ബൊപ്പണ്ണ, ടെന്നീസ് താരം; ജോഷ്ന ചിന്നപ്പ, സ്ക്വാഷ് താരം. 2024 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് ഇമ്മാനുവൽ മാക്രോൺ, ഫ്രഞ്ച് പ്രസിഡന്റ്. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദേശ സൈന്യം ഫ്രഞ്ച് സൈന്യം. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസ് സംഘത്തെ നയിച്ച മലയാളി ശ്വേത കെ. സുഗതൻ. പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യ വനിതയാണ് ശ്വേത കെ. സുഗതൻ. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ നാവികസേനാ സംഘത്തിൻ്റെ പ്ലാറൂൺ കമാൻഡറായി നേതൃത്വം നൽകിയ മലയാളി വനിത ലഫ്റ്റനന്റ് H. ദേവിക. 2024 ജനുവരിയിൽ ഹോങ്കോങ്ങിനെ പിന്തള്ളി ലോകത്തെ 4ാമത്തെ വലിയ ഓഹരി വിപണിയായി മാറിയ രാജ്യം ഇന്ത്യ.
നിലവിൽ US ഓഹരി വിപണിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിപണി. ചൈന, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ 2ഉം 3ഉം സ്ഥാനത്താണ്. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ പ്രചാരണാർത്ഥം കേരളമൊട്ടാകെ നടത്തിയ പരിപാടി കെ-വാക്ക്. 2024 ജനുവരിയിൽ സുറയ്യ എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഇറാൻ. ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ പ്ലാന്റ് നിലവിൽ വരുന്നത് ജാംനഗർ, ഗുജറാത്ത്. സുഗതകുമാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കി മാധ്യമപ്രവർത്തകനും സംസ്ഥാന ദേശീയ അവാർഡ് ജേതാവുമായ M.R. രാജൻ സംവിധാനം ചെയ്ത സിനിമ തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. ICC അവാർഡ്സ് 2023. 2023 പുരുഷ ക്രിക്കറ്റ് താരം സർ ഗാരി സോബേഴ്സ് ട്രോഫി, പാറ്റ് കമ്മിൻസ്, ഓസ്ട്രേലിയ. 2023 വനിതാ ക്രിക്കറ്റ് താരം റേച്ചൽ ഹെയ്റോ ഫ്ലിന്റ് അവാർഡ്, നാക് സ്കിവർ, ഇംഗ്ലണ്ട്. 2023 പുരുഷ ഏകദിന ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി, ഇന്ത്യ. 2023 വനിതാ ഏകദിന ക്രിക്കറ്റ് താരം ചമരി അത്തപത്തു, ശ്രീലങ്ക. 2023 പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് താരം ഉസ്മാൻ ഖാജ, ഓസ്ട്രേലിയ. 2023 പുരുഷ T20 ക്രിക്കറ്റ് താരം സൂര്യകുമാർ യാദവ്, ഇന്ത്യ. 2023 വനിതാ T20 ക്രിക്കറ്റ് താരം ഹെയ്ലി മാത്യൂസ്, വെസ്റ്റ് ഇൻഡീസ്. 2023 എമർജിംഗ് ക്രിക്കറ്റർ മെൻ രജിൻ രവീന്ദ്ര, ന്യൂസിലാൻഡ്. 2023 എമർജിംഗ് ക്രിക്കറ്റർ വുമൺ ഫോബെ ലിച്ച്ഫീൽഡ്, ഓസ്ട്രേലിയ. 2023 മികച്ച അമ്പയർ റിച്ചാർഡ് ഇല്ലിംഗ്വർത്ത്, ഇംഗ്ലണ്ട്. ICC സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് അവാർഡ് 2023 സിംബാബ്വെ ടീം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്ന ജില്ല എറണാകുളം. IT പ്രൊഫഷണലുകളായ സ്ത്രീ സംരംഭകർക്കായി ഷീ ഹബ് എന്ന പേരിൽ തൊഴിലിടമൊരുക്കുന്ന കോർപ്പറേഷൻ, തിരുവനന്തപുരം. യുവാക്കളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും നൈപുണ്യ പരിശീലനം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് പാപ്പനംകോട്, തിരുവനന്തപുരം. ദേശീയ വർത്തമാന പത്ര ദിനം ജനുവരി 29. 1780 ജനുവരി 29 ജെയിംസ് ആഗസ്റ്റസ് ഹിക്കിയുടെ ബംഗാൾ ഗസറ്റ് പുറത്തിറക്കിയത് അനുസ്മരിച്ചാണ് ഈ ദിവസം ഇന്ത്യൻ പത്രദിനമായി ആചരിച്ചു വരുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 പുരുഷ ഡബിൾസ് ജേതാവ് യാനിക് സിന്നർ ഫൈനലിൽ റഷ്യയുടെ ഡാനിൽ മെദ്വെദേവിനെ പരാജയപ്പെടുത്തിയാണ് ഇറ്റലിയുടെ യാനിക് സിന്നർ കിരീടം സ്വന്തമാക്കിയത്. വനിതാ സിംഗിൾസ് ജേതാവ് ആര്യാന സബലങ്ക ഫൈനലിൽ ചൈനയുടെ ഷെങ് കിൻവെന്നിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് അനായാസം മറികടന്നായിരുന്നു ബെലറൂസ് താരം സബലങ്കയുടെ കിരീടനേട്ടം. പുരുഷ ഡബിൾസ് ജേതാക്കൾ രോഹൻ ബൊപ്പണ്ണ, മാത്യു എബ്ദൻ സഖ്യം. ഫൈനലിൽ ഇറ്റലിയുടെ സിമോൺ ബൊറെല്ലി, ആന്ദ്രെ സാവസോറി സഖ്യത്തെയാണ് ഇന്ത്യയുടെ ബൊപ്പണ്ണയും ഓസ്ട്രേലിയൻ താരം മാത്യു എബനും നേരിട്ടുള്ള സെറ്റുകൾക്ക് കീഴടക്കിയത്. പുരുഷ ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണയുടെ ആദ്യ ഗ്രാൻഡ് സ്ലാം കിരീടമാണിത്. ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന പ്രായം കൂടിയ പുരുഷ താരമെന്ന റെക്കോർഡും ഇതോടെ ബൊപ്പണ്ണ സ്വന്തമാക്കി. BCCI അവാർഡ്സ് 2024 കേണൽ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹരായവർ ഫാറൂഖ് എഞ്ചിനീയർ, രവി ശാസ്ത്രി. മികച്ച തെരഞ്ഞെടുപ്പ് നടപടികൾക്കുള്ള ബെസ്റ്റ് ഇലക്ടറൽ പ്രാക്ടീസ് 2023 ദേശീയ പുരസ്കാരത്തിന് അർഹനായ മലയാളി സാജു വഹീദ്, സൗത്ത് ത്രിപുര കളക്ടർ. 2024 കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ഈസ്റ്റ് ബംഗാൾ. ഫൈനലിൽ ഒഡീഷ FCയെ 3-2 തോൽപ്പിച്ചാണ് ഈസ്റ്റ് ബംഗാൾ കലിംഗ സൂപ്പർ കപ്പ് സ്വന്തമാക്കിയത്. രക്തസാക്ഷി ദിനം ജനുവരി 30. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ചരമദിനമാണ് രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത്. 1948 ജനുവരി 30 ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ ഒരു പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുക്കവേ നാഥുറാം ഗോഡ്സെ എന്ന മതഭ്രാന്തന്റെ വെടിയേറ്റാണ് മഹാത്മാഗാന്ധി മരണമടഞ്ഞത്.
2024 ജനുവരിയിൽ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് നിതീഷ് കുമാർ. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ട്രായിയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് അനിൽകുമാർ ലഹോട്ടി. ഹാപ്പിനെസ് ഗ്രാമം എന്ന ആശയത്തിൻ്റെ ഭാഗമായി ഹോം സ്റ്റേ പദ്ധതി നടപ്പാക്കുന്ന കേരളത്തിലെ പഞ്ചായത്ത് മലയൻകീഴ്, തിരുവനന്തപുരം. ഹോബ്സ് മാസികയുടെ കണക്കുകൾ പ്രകാരം 2024 ജനുവരിയിൽ ലോക സമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ബെർണാഡ് അർണോൾഡ്. ലൂയിസ് വിന്റൺ സ്ഥാപകനാണ് അർണോൾഡ്. ഡിയോർ, ബൾഗാരി, സെഫോറ തുടങ്ങിയ ആഡംബര ഉൽപ്പന്ന ബ്രാൻഡുകളുടെ പിന്നിലെ സ്ഥാപനമാണ് ലൂയിസ് വിറ്റൺ. സംസ്ഥാനത്ത് ആദ്യമായി തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രം കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രം. 2024 ജനുവരിയിൽ സർക്കാർ, അർദ്ധ സർക്കാർ, സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഗ്രാന്റ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന പ്രയാസമനുഭവിക്കുന്ന ഹൈ സപ്പോർട്ട് ആവശ്യമായ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ല എന്ന് ഉത്തരവിറക്കിയ സംസ്ഥാനം കേരളം. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ പ്രീതി രജക്. ടെന്നീസ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണ. കേരള നിയമസഭയിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നയപ്രഖ്യാപനം നടത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്ന ജില്ല കാസർഗോഡ്. 2024 ജനുവരിയിൽ അന്തരിച്ച മലയാള എഴുത്തുകാരനും പ്രഭാഷകനുമായ വ്യക്തി വാസു ചേറോട്. സംസ്ഥാനത്ത് കുഷ്ഠരോഗബാധിതരെ കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന ക്യാമ്പയിൻ സ്പർശ്. നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണം, വിപണനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവരെ പിടികൂടുന്നതിനായി കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഡി-ഫണ്ട്. കുടുംബശ്രീ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിത പഴങ്ങളും പച്ചക്കറികളും വിപണിയിൽ ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ഔട്ട്ലെറ്റുകൾ നേച്ചേഴ്സ് ഫ്രഷ്. 2024 ജനുവരിയിൽ കന്നിയാത്ര ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഐക്കൺ ഓഫ് ദ സീസ് അമേരിക്കൻ കമ്പനിയായ റോയൽ കരീബിയൻ ഇൻ്റർനാഷണലാണ് കപ്പലിൻ്റെ ഉടമകൾ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.